ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അനൂപ് മേനോൻ നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് രവീന്ദ്ര നീ എവിടെ. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട് കേട്ടോ. സിനിമ ജൂലൈ 18-ാം തീയതിയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. നായികയായിട്ടെത്തുന്ന നമ്മുടെ ഷീലു എബ്രഹാമാണ്. ഷീലു എബ്രഹാമിൻ്റെ ഹസ്ബൻഡാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും. ഡയറക്ടർ മനോജ് പാലോടൻ. പുള്ളിയുടെ ഇതിനു മുമ്പുള്ള പടം കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ അസീസ്, സിദ്ദീഖ്, അങ്ങനെ വലിയൊരു താരനിര എത്തുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. ഒരു ഫാമിലി സബ്ജക്റ്റ് സിനിമയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ഒഫീഷ്യൽ ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്നിട്ട് ആലോചിക്കാം 18-ാം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണോ വേണ്ടോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള JSK നാളെ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്തു. 10 മണിക്കാണ് ഷോ. അപ്പം നാളെ നമ്മൾ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കണ്ടിട്ട് നമ്മളുടെ റിവ്യൂ നമ്മൾ ആദ്യം തന്നെ പറയുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ട ഉടനെ തന്നെ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ ഞാൻ പറയും. അതിനുശേഷം ഞാൻ ഫുള്ള് സിനിമ കണ്ടിട്ട് ഫുൾ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. എൻ്റെ വ്യൂ പോയിന്റിൽ എനിക്ക് സിനിമ എങ്ങനെയാണോ തോന്നിയത് അതേപോലെ തന്നെ ഞാൻ അഭിപ്രായം പറയും. അപ്പോൾ നമുക്ക് രവീന്ദ്ര നീ എവിടെ, നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടാലോ. ഷീലു എബ്രഹാം. മഴ പെയ്യോ ഇന്ന്? കാലാവസ്ഥ എന്ന് പറഞ്ഞ കോമഡി ആണെന്നാണ്. അതൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ്. അത് ഈ ഫ്ലാറ്റ് മുഴുവൻ പറഞ്ഞു നടക്കാനുള്ള. സാറിനൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നിവിടെ ഒരു ഗസ്റ്റ് വന്നു. പക്ഷേ അവര് രജിസ്റ്ററിൽ എഴുതിയ നമ്പർ കറക്റ്റ് അല്ല. ഗസ്റ്റ് ഇവിടെയാ. ഈ പോകുന്നവരുടെ വരുന്നവരുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം കേട്ടോ. അച്ഛന്റെ ക്ലാരിറ്റി മോൾ കൂടെ കിട്ടിയാൽ മതിയായിരുന്നു. ഇന്ന് മഴ പെയ്യും. ഈ കൊടും വേനൽ മാറി കാർമേഘം വരും. ഞാൻ മുമ്പ് നിന്നൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, സൺഷൈൻ. അവിടെ മൊത്തം ഉടായിപ്പായിരുന്നു. ഇനി കഴിഞ്ഞ 2 ദിവസത്തെ CCTV ഒന്ന് ചെക്ക് ചെയ്യണം. ഇത്ര കഷ്ടപ്പെട്ട കാര്യമില്ല. ഒരു ഒളി ക്യാമറ വെച്ചാൽ പോരായിരുന്നോ? അത് വെക്കാലോ. കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയിട്ട്. എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നു? ഫുൾ ടൈം എൻഗേജ്. ക്ലാരിറ്റി ഇല്ല. നീ ക്യാമറയെ കണ്ടെന്ന് പറഞ്ഞ ആളല്ലേ? നിന്നേക്കാളും പ്രായം കുറവാണ്. ഒരു 10-15 കുറവായിരിക്കും. മൈ ഗോഡ്, അപ്പൊ യൂത്തൻ. ഈ ഫോട്ടോയിൽ കാണുന്ന ആള് മേജർ രവി. ഇല്ല സർ. അന്ന് നിന്നോട് ഞാൻ പറഞ്ഞപ്പോ നീ തമാശയാണെന്നാണോ വിചാരിച്ചത്? കാര്യമായിട്ടാ ഞാൻ അവളെ സ്നേഹിച്ച്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അവള് മരിക്കും. ഞങ്ങൾ ഒരേ കുഴിയിൽ അടക്കണം. എല്ലാ ധൂമകേതും നിന്റെ വീട്ടിലാണല്ലോടാ. എന്റെ കർത്താവേ, വല്ല ചുഴലിക്കാറ്റോ സുനാമിയോ എന്തെങ്കിലും വന്ന് എന്നെയും കൂടെ അങ്ങ് എടുത്തോണേ. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കരുത്. എവിടെയെങ്കിലും രക്ഷപ്പെട്ടോ. ഇന്നത്തെ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് രവീന്ദ്ര നിങ്ങൾ എവിടെയാണ്. മനോജ് പൊലാഡ്, ഷീലു എബ്രഹാം. ജൂലൈ 18. ഞാൻ അങ്ങോട്ട് വരാം. ആശ്വസിപ്പിക്കാൻ. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് ഒരു സംശയമുള്ള ഒരു ഹസ്ബൻഡിന്റെ റോളിലാണ് നമ്മുടെ അനൂപ് മേനോൻ എത്തുന്നതാണ് തോന്നുന്നത്. ഷീലു ആണ് വൈഫായിട്ട്. കൊച്ചി ബേസ്ഡ് ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന സംഭവമായിരിക്കും. അത്യാവശ്യം കോമഡി ആയിട്ടായിരിക്കും എന്ന് തോന്നുന്നു അല്ലേ ഇത് കാണുമ്പോഴത്തേക്ക്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ട്രെയിലറാണ്. ഇനിയിപ്പോൾ സിനിമ കണ്ടാലും നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് വലിയ മോശമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സിദ്ദീഖ്, അതുപോലെ തന്നെ മേജർ രവി, അസീസ്, ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ വരുന്ന സിനിമയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. ഇതിനകത്തും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ട്രെയിലർ അത്യാവശ്യം കൊള്ളാം, നല്ല ഇതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ കൊള്ളാം. ഇനിയിപ്പോൾ നമുക്ക് സിനിമ കാണാം. സിനിമ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയാം. അപ്പം ആദ്യം ഞാൻ എന്തായാലും സുരേഷ് ഗോപിയുടെ JSK എന്ന സിനിമ ആയിരിക്കും കാണുന്നത്. അത് കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും. അതിനുശേഷം നമ്മൾ രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയുടെയും വിശേഷവുമായിട്ട് വരും. അപ്പോൾ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. അപ്പോൾ വീണ്ടും സിനിമ വിശേഷമായിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും